ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലായിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര എണ്ണം വരെ പോകും? താറാവ് ഒന്നിന് ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടേന്റെ വരുന്നുണ്ട് അല്ലേ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് 3ാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്. ഇതിന്റെ കോഴിമുട്ട തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കേണ്ടത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800. ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റുള്ള ടീമൊക്കെ ഇതാണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ, ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കും. 10, 12, 28 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച താറാവ് മുട്ട വിരിഞ്ഞു കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ 50 മുട്ടയായിരുന്നു ഇൻക്യുബേറ്ററിൽ വെച്ചിരുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിന്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിന്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാകും. ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത്, കൊത്തുമുട്ട അല്ലാത്തത്, നമ്മളുടേതായിട്ടുള്ള പാരന്റ് സ്റ്റോക്ക് അല്ലാതിരുന്നതിന്റെ പേരിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് മുട്ട, കൊത്തുമുട്ട അല്ലായിരുന്നു, കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു. അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരിഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നെല്ലാം നോക്കിയാണ് കേട്ടോ. അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതാ നോക്കിയോ, ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട്, പക്ഷെ ലാസ്റ്റുള്ള ടീമൊക്കെ ഇതാണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ വിരിഞ്ഞിറങ്ങുന്നേ ഉള്ളൂ. ഇത് മുട്ടത്തോടൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാണ്. കണ്ടോ, നമ്മൾ എണ്ണിയില്ല, കുറേ ഉണ്ട്.